പട്ടിക്ക് രോമം കിളിർത്ത വല്ലവന് എന്ത് ഗുണമെന്ന് പറഞ്ഞ പോലെ അച്യുതൻ നമ്പ്യാർക്ക് പണം ഉണ്ടായ സാധുക്കൾക്ക് എന്ത് ബലം. അച്യുതൻ നമ്പ്യാരോ കൊടുക്കില്ല, എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പുച്ഛിക്കുകയും ചെയ്താലോ? അതായത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനൊട്ട് തീറ്റുകയില്ല. താമരക്കുളത്തുള്ളവരെല്ലാം അച്യുതൻ നമ്പ്യാരെ പോലെ അറുപിന്തിരിപ്പന്മാരാണെന്ന് ബഹുമാനപ്പെട്ട MLA തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അല്ല, മനുഷ്യന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കാനും കൈയയച്ച് സഹായിക്കാനും മനസ്സുള്ളവർ ഈ താമരക്കുളത്തുണ്ട്. സരസ്വതി ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അമ്പിളി പഠിപ്പിലും ഇടുക്കിയാണെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പഠിപ്പില്ലാത്തതിന്റെ കുറവ് ശരിക്കറിയുന്നവനാണ് ഞാൻ. MLA പറഞ്ഞു അമ്പിളിയുടെ മനസ്സിൽ ഒട്ടേറെ മോഹങ്ങളുണ്ടെന്ന്. അമ്പിളിയുടെ മോഹം എന്തായാലും എന്ത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് കൊട്ടാരം വീട്ടിലെ വേലായുധ മേനോന്റെ മകൻ അപ്പൂട്ടൻ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്തത് തെറ്റായി പോയമ്മേ. പാവങ്ങളല്ലേ അമ്മേ, മറ്റൊന്നിനുമല്ലല്ലോ, പഠിക്കാൻ വേണ്ടിയല്ലേ. എനിക്കോ പഠിക്കാൻ പറ്റില്ല. സാരമില്ലല്ലേ. ദേ അമ്മ ചിരിക്കുന്നു. അപ്പ സമ്മതിച്ചു. എനിക്കിതൊക്കെ ഒന്ന് തുറന്നു പറയാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛന്റെ രൂപം പോലും ഓർമ്മയില്ല. അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി വെച്ചു. അമ്മ പേടിക്കണ്ട, ആ മുതലേ നശിപ്പിക്കൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇത്രയൊക്കെ? എനിക്കൊരു കുടുംബമാകുമ്പോഴല്ലേ. അതിന് ഈ വീടും പുറകിലത്തെ 50 പറ കണ്ടോം ധാരാളം മതി. അങ്ങനെയുള്ളവളെ മതി എനിക്ക്. ഞാൻ അമ്പിളി പഠിപ്പിക്കാൻ പോവാ. ദേ സമ്മതിച്ചിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, അപ്പൂട്ടന്റെ സ്വഭാവം മാറും.